ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റുമതിയിലോട്ട് സ്വാഗതം. അപ്പോൾ യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമർ റിസൈൻ ചെയ്ത കാര്യം ഇപ്പോൾ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ആരായിരിക്കും യു കെയിൽ വരാൻ പോവുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേര് മാഞ്ചസ്റ്ററിൻ്റെ മുൻ മേയറായിട്ടുള്ള ആൻഡി ബെൻഹാമിൻ്റെ പേരാണ്. അപ്പോൾ ആൻഡി ബെൻഹാം തന്നെ ആയിരിക്കുമോ, അതോ NHS ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന സ്റ്റീറ്റിംഗ് ആയിരിക്കുമോ, ആരായിരിക്കും യു കെയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധ്യത കൽപ്പിക്കുന്നത് ബെൻഹാമിന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആരാണ് ബെൻഹാം, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ബെൻഹാം യു കെയുടെ പ്രൈം മിനിസ്റ്റർ ആവുകയാണെങ്കിൽ മലയാളി പ്രവാസികൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ, നഴ്സിംഗ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ പുനഃസ്ഥാപിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ജൂൺ 22 കെയർ സ്റ്റാമർ തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2024 ജൂലൈ 24 അധികാരമേറ്റ കെയർ സ്റ്റാമർ 2 വർഷമാകുമ്പോഴത്തേക്കും പത്തി മടക്കി തിരിച്ച് പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ വിരമിച്ചേക്കാം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും നൽകിയിട്ടുണ്ട്. ഇനിയുള്ള കാലം തൻ്റെ വൈഫ് വിക്ടോറിയയ്ക്കും മക്കൾക്കുമൊപ്പം നല്ലൊരു ഭർത്താവും നല്ല അച്ഛനുമായി കഴിയാനാണ് ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം വികാരധീനനായിട്ടൊക്കെയാണ് ലാസ്റ്റ് പ്രസംഗിച്ചത്, ഒരു വിടവാങ്ങൽ പ്രസംഗം എന്ന പോലെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യു കെ രാഷ്ട്രീയം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുടിയേറ്റം തന്നെയാണ്. അപ്പോൾ ഈ കുടിയേറ്റം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 14 വർഷത്തോളം തുടർച്ചയായിട്ട് യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് പകരം ജനങ്ങൾ ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്നും ലേബർ പാർട്ടിക്ക് ഈ ഒരു കുടിയേറ്റത്തെ കുറയ്ക്കാൻ സാധിക്കുമെന്നും നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ കെയർ സ്റ്റാമർക്ക് അത് സാധിക്കാതെ വന്നപ്പോൾ ലേബർ പാർട്ടിക്ക് അകത്തു നിന്നും അതേപോലെ കൺസർവേറ്റീവ് പാർട്ടിയും റീഫോം യു കെ പാർട്ടിയും ഫ്രീഡം പാർട്ടിയും ഒക്കെ കൊടുത്ത സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റാമർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള പല ആൾക്കാരും പിൻവാങ്ങിയതോടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കസേര വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിനിടെ ജൂൺ 18 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MP ആയിട്ട് ആൻഡി ബെൻഹാം തിരിച്ച് പാർലമെൻറ്റിൽ എത്തിയതോടെ സംഭവ വികാസങ്ങൾ മാറി മറിയുകയുണ്ടായി. അപ്പോൾ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തോട്ട് ബെൻഹാമിൻ്റെ പേര് ശക്തമായി ഉയർന്നു കേൾക്കുകയുണ്ടായി. എപ്പോൾ ഈ ഒരു കെയർ സ്റ്റാമർ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്നും കെയർ സ്റ്റാമറുടെ ലീഡർഷിപ്പിലുള്ള വിശ്വാസം ലേബർ പാർട്ടിക്കുള്ളിൽ അണികൾക്ക് തന്നെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ കെയർ സ്റ്റാമർക്ക് പകരം അടുത്തത് ആൻഡി ബെൻഹാം PM ആവണം എന്ന രീതിയിൽ ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന വെൽസ്റ്റീറ്റിംഗ് കെയർ സ്റ്റാമറിൻ്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹം കെയർ സ്റ്റാമർക്ക് എതിരെ തിരിഞ്ഞതോടെ കാര്യങ്ങൾ ആൻഡി ബെൻഹാമിന് അനുകൂലമായി എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ സ്റ്റീറ്റിംഗ് ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ സ്റ്റീറ്റിംഗ് അത് നിഷേധിച്ചിരുന്നു ആ സമയത്ത് തന്നെ. ഇപ്പോൾ അദ്ദേഹം സ്റ്റീറ്റിംഗ് എന്ത് ചെയ്തിരിക്കുകയാണ്, ആൻഡി ബെൻഹാമിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ബെൻഹാം ആയിരിക്കും യു കെയുടെ അടുത്ത PM എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആൻഡി ബെൻഹാം എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിമുളിച്ച ഒരു നേതാവല്ല. ലേബർ പാർട്ടിയിലെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് മാഞ്ചസ്റ്ററിലെ മേയറായിരുന്നു ആൻഡി ബെൻഹാം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് MP ആവാൻ വേണ്ടിയിട്ട് മേയർ സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബെൻഹാമിന് നല്ല രീതിയിൽ ജനപിന്തുണയുണ്ട്, നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ സ്വാധീനമുണ്ട്. കിങ് ഓഫ് നോർത്ത് എന്ന വിളിപ്പേരിലാണ് ഈ ബെൻഹാം അറിയപ്പെടുന്നത് തന്നെ. ഇതിനു മുമ്പ് അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട്, എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ മധ്യവർഗ ജനങ്ങൾക്കിടയിലും എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റായാണ് ഈ ബെൻഹാം അറിയപ്പെടുന്നത്. എന്തായാലും ജൂലൈ ആരംഭത്തോടെയൊക്കെ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടിക്കകത്ത് അണികൾക്കിടയിൽ ഒരു ചർച്ച നടക്കും, അടുത്ത PM ആരായിരിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തും. അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തോട്ടുള്ള തെരഞ്ഞെടുപ്പ്, പാർട്ടിക്കകത്ത് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമെങ്കിൽ ഒരു ജൂലൈ അവസാന വാരത്തോടൊക്കെ നടത്തും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വില്ലിംഗ് ആവുകയാണെങ്കിലൊക്കെയാണല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത. അപ്പോൾ ഏകദേശം ബെൻഹാം തന്നെയായിരിക്കും പ്രധാനമന്ത്രി ആവുക. ബെൻഹാമിന് ശക്തമായ എതിരാളിയായിട്ടുണ്ടായിരുന്ന സ്റ്റീറ്റിംഗ് പിന്മാറിയിട്ട് ബെൻഹാമിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അത് എത്ര വിശ്വാസയോഗ്യമാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിലോട്ടൊന്നും നീണ്ടുപോകാതെ അതിന് മുൻപ് തന്നെ ബെൻഹാം ആണ് PM എന്നതിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജൂലൈ അവസാന വാരമൊക്കെ അദ്ദേഹം അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. അതുവരേക്കും നമ്മുടെ കെയർ സ്റ്റാമർ ആയിരിക്കും കാവൽ പ്രധാനമന്ത്രിയായിട്ട് തുടരും. യു കെയിലെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ, തല മാറുമ്പോൾ തീർച്ചയായിട്ടും യു കെയിലെ NHS
മേഖലയിൽ, അതായത് ഇപ്പോൾ വലിയ രീതിയിലുള്ള നഴ്സസ് ക്ഷാമം ഇപ്പോൾ NHS അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നഴ്സസ് ക്ഷാമം മാത്രമല്ല, മറ്റു സ്റ്റാഫുകളുടെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ക്ഷാമം NHSന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പ്രധാനമന്ത്രി അധികാരത്തിലെത്തുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നത് ആകാംക്ഷയോടെ തന്നെയാണ് നമ്മൾ മലയാളി പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ UK സ്വപ്നങ്ങളായി കഴിയുന്ന നഴ്സുമാരെല്ലാം തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടത് പുതിയ PM വന്ന ശേഷമുള്ള ഗവൺമെൻറ് തീരുമാനങ്ങളൊക്കെയാണ്. ഇതേ ഒരു ആകാംക്ഷയോടെ തന്നെയാണ് കീർ സ്റ്റാർമർ അധികാരത്തിലെത്തിയപ്പോഴും നമ്മളെപ്പോലുള്ളവർ കാത്തിരുന്നത്. പക്ഷേ യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടായില്ല എന്ന് മാത്രം. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നഴ്സസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടോ. സ്റ്റാർമർ അധികാരത്തിലെത്തിയപ്പോൾ നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് ഒരു 3-4 മാസങ്ങളിൽ പുനരാരംഭിക്കും എന്ന രീതിയിലൊക്കെ ഒരു അന്തരീക്ഷത്തിലൊരു റൂമറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ, പക്ഷേ അത് ഇതുവരെ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ബെൻഹാം അധികാരത്തിലെത്തുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് കുറേയധികം ആളുകൾ. പ്രത്യേകിച്ച് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാർ, താഴേക്കടയിലുള്ള സ്കിൽഡ് വർക്ക് വിസയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് വിസ നിയമങ്ങളിലൊക്കെ മാറ്റം വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ബെൻഹാമിൻ്റെ നേതൃത്വത്തിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, ഇനി എന്തെങ്കിലും ഹോപ്പ് ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറെ പേര്. എന്നാൽ ഉടനടി ഇത്തരത്തിൽ വിസ നിയമങ്ങളിലോ കുടിയേറ്റ നിയമങ്ങളിലോ ഒരു മാറ്റങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി ഈ വിസ നിയമങ്ങളൊക്കെ പ്രഖ്യാപിച്ചതിലുള്ള പ്രത്യാഘാതങ്ങളിലാണ് സ്ഥാനചലനം ഉണ്ടായത്. അപ്പോൾ എതിർ പാർട്ടികളിൽ നിന്നുള്ള റീഫോം UK പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ഫ്രീഡം പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഏറെയുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്ന് നടുനിവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും പുതിയ PMൻ്റെ അണ്ടറിൽ ചെയ്യാൻ സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ആൻറ്റി ബെൻഹാം UKയുടെ PM ആവുമോ, അതോ വേറെ ആരെങ്കിലുമൊക്കെ ഈ സ്ഥാനത്തോട്ട് വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാർ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പ്രതീക്ഷകളുണ്ടോ, നഴ്സസ് റിക്രൂട്ട്മെൻറ്റൊക്കെ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ, നിങ്ങളുടെ വിലയിരുത്തലുകളും താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരെയും ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.